എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. പതിനാറാം അധ്യായത്തിൽ പരീശന്മാരും സദൂക്യരും യേശുക്രിസ്തുവിനോട് അടയാളം ആവശ്യപ്പെടുമ്പോൾ കർത്താവ് അവരെ ശാസിച്ചുകൊണ്ട് യോനാ പ്രവാചകന്റെ അടയാളമൊഴികെ അവർക്ക് മറ്റൊന്നും ലഭിക്കുകയില്ല എന്ന് പറയുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പരീശന്മാരുടെയും സദൂക്യരുടെയും ദുരുപദേശം പുളിച്ച മാവ് എന്ന പോലെ സൂക്ഷിക്കണമെന്ന് ഉപദേശിക്കുന്നു. പത്രോസ് യേശുവിനെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ യേശു അവനെ പാറയായി വിശേഷിപ്പിക്കുന്നതും, എന്നാൽ കർത്താവ് തന്റെ പീഡാസഹനവും മരണവും ഉയർപ്പും പ്രവചിക്കുമ്പോൾ പത്രോസ് അതിനെ എതിർത്തപ്പോൾ യേശു അവനെ ശാസിക്കുന്നതും നാം ഈ അധ്യായത്തിൽ വായിക്കുന്നു. 16-ാം അധ്യായത്തിന്റെ അവസാനം യേശു കർത്താവ് ശിഷ്യന്മാരോട് ആരെങ്കിലും തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം ഉപേക്ഷിച്ച് ക്രൂശ് ചുമന്നുകൊണ്ട് തന്നെ പിന്തുടരണമെന്ന് പഠിപ്പിക്കുന്നു. ഇതോടൊപ്പം തന്റെ മഹിമയിൽ വീണ്ടും വരുവാനുള്ള വാഗ്ദാനവും കർത്താവ് നൽകുന്നു. മത്തായി സുവിശേഷം 16-ാം അധ്യായം 1-ാം വാക്യത്തിൽ പരീശന്മാരും സദൂക്യരും യേശുവിന്റെ അടുക്കൽ വന്ന് കർത്താവിനെ പരീക്ഷിക്കുവാൻ ആകാശത്തു നിന്ന് ഒരു അടയാളം കാണിച്ചു തരണം എന്ന് ചോദിക്കുന്നതായി നാം വായിക്കുന്നു. ജനങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള പരീശന്മാർ ഇസ്രയേലിന്റെ അധ്യാപകരായിരുന്നു. എന്നാൽ സദൂക്യർ ഇസ്രയേലിലെ രാഷ്ട്രീയ അധികാരം കൈവശം വെച്ചിരുന്നു. ഈ രണ്ടു കൂട്ടരും ഒരുമിച്ച് തങ്ങളുടെ ശക്തിക്കും ഇസ്രയേലിലെ സ്ഥിതിഗതികൾക്കും എതിരായ ഭീഷണി എന്ന് അവർക്ക് തോന്നിയ യേശുവിനെ എതിർക്കുവാൻ വേണ്ടി അവർ ഒന്നിച്ചു എന്നത് വ്യക്തമാക്കുന്നു. പരീശന്മാരും സദൂക്യരും യേശു മിശിഹായാണെന്നതിന് ആത്മാർത്ഥമായി തെളിവ് ചോദിക്കാനല്ല കർത്താവിനെ സമീപിച്ചത്. പകരം കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്താനോ പരസ്യ ശുശ്രൂഷ അവസാനിപ്പിക്കാനോ കഴിയുന്ന എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് എന്ന് 1-ാം വാക്യത്തിൽ തന്നെ വ്യക്തമാണ്. നാം മുമ്പ് വായിച്ചതുപോലെ മത്തായി സുവിശേഷം 12-ാം അധ്യായം 39-ാം വാക്യത്തിൽ സദൂക്യരില്ലാതെ പരീശന്മാർ മാത്രം മുമ്പ് യേശുവിന്റെ അടുക്കൽ ഒരു അടയാളം ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ യേശു അവരോട് നൽകിയ പ്രതികരണത്തിന്റെ തന്നെ മറ്റൊരു രൂപം എന്ന പോലെ കർത്താവ് ഇവിടെ മറുപടി നൽകുന്നതായി 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. മത്തായി സുവിശേഷം 16-ാം അധ്യായം 2-ാം വാക്യത്തിൽ സന്ധ്യയാകുമ്പോൾ ആകാശം ചുവന്നിരിക്കയാൽ കാലാവസ്ഥ നല്ലതായിരിക്കും എന്ന് നിങ്ങൾ പറയുന്നില്ലയോ എന്ന് യേശുക്രിസ്തു പ്രതിവചിക്കുന്നു. അതായത് കാലാവസ്ഥയുടെ അടിസ്ഥാന അടയാളങ്ങൾ എളുപ്പത്തിൽ വേർതിരിച്ചറിയാൻ ആ മനുഷ്യർക്ക് കഴിവുണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് കർത്താവ് തന്റെ പ്രതികരണം ആരംഭിക്കുന്നത്. രാവിലെ ആകാശം മൂടിയും ചുവന്നും ഇരുന്നാൽ ദിവസം മുഴുവൻ മഴയുള്ള മോശം കാലാവസ്ഥ ആയിരിക്കും എന്ന് നിങ്ങൾ പറയും. അങ്ങനെ ആകാശത്തിന്റെ രൂപം വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്ന് 3-ാം വാക്യത്തിൽ കർത്താവ് അവരോട് ചോദിക്കുന്നതായി കാണുന്നു. കർത്താവ് പറയുന്നതിന്റെ അർത്ഥം ആകാശം നോക്കി കാലാവസ്ഥ തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിട്ടും ഇസ്രയേലിലെ മതനേതാക്കൾക്ക് കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ്. ചില അടയാളങ്ങൾ വ്യാഖ്യാനിക്കാൻ സാമാന്യ ബുദ്ധിയല്ലാതെ മറ്റൊന്നും ആവശ്യമില്ലെന്ന് യേശു കർത്താവ് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അതിന് ലളിതമായൊരു ഉദാഹരണമായി ആകാശം നോക്കി കാലാവസ്ഥ മനസ്സിലാക്കുന്ന കാര്യവും കർത്താവ് പറയുന്നു. ക്രിസ്തുവേശുവിൽ നിന്ന് വേണ്ടത്ര അടയാളം കണ്ടിട്ടില്ലെന്ന് അവകാശപ്പെടുന്ന പരീശന്മാരും സദൂക്യരും യഥാർത്ഥത്തിൽ കർത്താവിന്റെ അത്ഭുതങ്ങൾക്കും രോഗശാന്തികൾക്കും ഭൂതങ്ങളെ പുറത്താക്കുന്നതിനും അവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഉദാഹരണമായി മത്തായി സുവിശേഷം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ സിനഗോഗിൽ വെച്ച് അനേകം പരീശന്മാരുടെ മധ്യത്തിൽ വെച്ച് തന്നെ ശോഷിച്ച കൈയുള്ള ഒരുവനെ സൗഖ്യമാക്കിയതും അനേക പരീശന്മാർ അതിന് സാക്ഷികൾ ആയതുമാണ്. യഹൂദർക്ക് തെളിവുകളുടെ അഭാവമല്ല, മറിച്ച് യേശുവിനെ മിശിഹായായി അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന അവരുടെ ദുശ്ശാഠ്യവും മാനസാന്തരപ്പെട്ട് ദൈവവചനത്തിന് വഴങ്ങാൻ ആത്മാർത്ഥതയില്ലാത്ത അവരുടെ ഹൃദയത്തിന്റെ കാഠിന്യവും കൊണ്ടാണ് ഒരു അടയാളം കാണിക്കണമെന്ന അവരുടെ ആവശ്യം യേശു കർത്താവ് നിരാകരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ജ്ഞാനിയുടെ ഹൃദയം കാലത്തെയും ന്യായത്തെയും വിവേചിക്കുന്നു എന്ന് സഭാപ്രസംഗി 8-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പരീശന്മാരെയും സദൂക്യരെയും അടയാളം തേടുന്ന ദുഷ്ടരും വ്യഭിചാരികളുമായ തലമുറ എന്ന് വിളിച്ചുകൊണ്ട് യോനായുടെ അടയാളമല്ലാതെ അവർക്ക് ഒരു അടയാളവും നൽകപ്പെടുകയില്ല എന്ന് ക്രിസ്തുയേശു അവരോട് പറയുന്നതായി 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഇങ്ങനെ പരീശന്മാരെയും സദൂക്യരെയും വിളിക്കാൻ കാരണം ദൈവരാജ്യത്തെ എതിർക്കുകയും ദൈവപുത്രനായ മിശിഹായെ നശിപ്പിക്കാൻ ക്രൂരമായി ശ്രമിക്കുകയും ചെയ്ത അവർ ദുഷ്ടരും അവർ സ്വയം ഉണ്ടാക്കിയെടുത്ത വ്യർത്ഥ പാരമ്പര്യങ്ങളോട് വിശ്വസ്തരും ദൈവത്തോടും ദൈവവചനത്തോടും അവിശ്വസ്തരും ആത്മീയ വ്യഭിചാരികളും ആയിരുന്നു എന്നതിനാലാണ്. മത്തായി സുവിശേഷം 12-ാം അധ്യായം 40-ാം വാക്യത്തിൽ യോനായുടെ അടയാളം എന്നതുകൊണ്ട് താൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇതേപോലെ തന്നെ അടയാളം ചോദിച്ച യഹൂദരോട് കർത്താവ് പറഞ്ഞിരുന്നു. യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു എന്ന് യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു.
അപ്രകാരം തന്നെ താൻ മിശിഹായാണെന്ന് എക്കാലവും തെളിയിക്കുന്ന നിർണായകവും അനിഷേധ്യവുമായ അടയാളം മരിച്ച് 3 ദിവസങ്ങൾ കല്ലറയിലായിരുന്ന ശേഷം മരിച്ചവരിൽ നിന്നുള്ള തന്റെ പുനരുദ്ധാനമാണെന്ന് യേശു കർത്താവ് അവരോട് പറയുകയായിരുന്നു. മത്തായി സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ യേശുവും ശിഷ്യന്മാരും വീണ്ടും കടൽ കടക്കുമ്പോൾ കർത്താവ് അവരോട് പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിക്കണമെന്ന് ഉപദേശിക്കുന്നു. തങ്ങൾ അപ്പം കൊണ്ടുവരാൻ മറന്ന കാര്യമാണ് യേശു ഉദ്ദേശിച്ചതെന്ന് ശിഷ്യന്മാർ തെറ്റിദ്ധരിച്ചുകൊണ്ട് യഹൂദ മതനേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന അപ്പം കഴിക്കരുതെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നതാണ് എന്ന് ചിന്തിച്ചു. ശിഷ്യന്മാർ തങ്ങൾക്ക് ഭക്ഷിപ്പാനുള്ള അപ്പത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടു. എന്നാൽ കർത്താവ് അവരുടെ അല്പവിശ്വാസത്തെ ശാസിച്ചുകൊണ്ട് താൻ അവരോടൊപ്പമുള്ളപ്പോൾ എന്തിനാണ് അവർ അപ്പത്തെക്കുറിച്ച് ആകുലപ്പെടുന്നതെന്നും 5 അപ്പത്തിൽ നിന്ന് 5000 പേർക്കും 7 അപ്പത്തിൽ നിന്ന് 4000 പേർക്കും ഭക്ഷണമൊരുക്കിയ അത്ഭുതങ്ങളെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. പുളിച്ച മാവ് അപ്പത്തെക്കുറിച്ചല്ല, മറിച്ച് പരീശന്മാരുടെയും സദൂക്യരുടെയും ദുരുപദേശങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചതാണെന്ന് വ്യക്തമാക്കുന്നു. ശിഷ്യന്മാർ ആദ്യം അത് മനസ്സിലാക്കാതിരുന്നെങ്കിലും പിന്നീട് കർത്താവിന്റെ ഉദ്ദേശം ഗ്രഹിക്കുന്നു എന്ന് നാം കാണുന്നു. ഹോശേയ പ്രവചനം 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ മാവ് പുളിക്കുന്നതും അത് മാവിൽ മുഴുവനായി പരക്കുന്നതും പോലെ ഇസ്രയേൽ സമൂഹത്തിൽ വ്യാപിക്കുന്ന അകൃത്യവും ദുഷ്പ്രവൃത്തികളെയും സൂചിപ്പിക്കുന്നതും, മാവ് മുഴുവൻ പുളിച്ച ശേഷം ഒരു പാചകക്കാരൻ മാവ് അടുപ്പിൽ വെച്ച് ചൂട് പിടിപ്പിക്കുന്നത് മുഴുവനും തെറ്റിപ്പോയ ഇസ്രയേൽ ജനത്തിന് ദൈവം നൽകാനിരിക്കുന്ന ശിക്ഷാവിധിയെയും സൂചിപ്പിക്കുന്നതായി നാം വായിക്കുന്നു. പുളിച്ച മാവ് അഥവാ ഈസ്റ്റ് എന്ന പ്രതീകമായി പരീശന്മാരുടെയും സദൂക്യരുടെയും തെറ്റായ പഠിപ്പിക്കലുകളെ കുറിച്ച് കർത്താവ് പറയാൻ കാരണം, പുളിച്ച മാവ് പുളിപ്പില്ലാത്ത മാവിൽ ഏറ്റവും ചെറിയ അളവിൽ ചേർത്താൽ പോലും അത് പതുക്കെ പതുക്കെ മുഴുവൻ മാവിലും നുഴഞ്ഞു കയറി മാവിന്റെ മുഴുവൻ പിണ്ടത്തെയും മാറ്റിമറിക്കുന്നു. അതുപോലെ സുവിശേഷത്തിന് വിരുദ്ധമായുള്ള യഹൂദ മതനേതാക്കളിൽ നിന്നുള്ള ചെറിയ അളവിലുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ പോലും മിശിഹായിലുള്ള സത്യവിശ്വാസത്തിൽ നിന്ന് ഇസ്രയേല്യരുടെ തലമുറയെ അകറ്റാൻ വളരുമെന്ന് ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. ക്രിസ്തു യേശു യഹൂദരുടെ ഉപദേശങ്ങൾ പിന്തുടരുന്നതിന്റെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് എല്ലാ കാലത്തിലും ദുരുപദേശങ്ങളോട് ജാഗ്രത പുലർത്തിക്കൊണ്ട് ദൈവവചനത്തിന്റെ കൃത്യമായ ബോധ്യവും ശരിയായ വിശ്വാസവും നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം ആവശ്യമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.